നമ്മളിന്ന് കാക്കനാടിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. കാക്കനാട് കളക്ട്രേറ്റിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മാത്രമല്ല സീപോർട്ട് എയർപോർട്ട് റൂട്ടിലേക്കും 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എല്ലാ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയും കൂടിയാണ്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇതിൻ്റെ പേര് വരുന്നത് NJN മെഡോസ് എന്നും കൂടിയാണ്. 8ഓളം വില്ലകൾ മാത്രമുള്ളൊരു വില്ല പ്രോജക്റ്റാണ്. അതിൽ അൺഡിവിഡൻ ഷെയർ ആയിട്ട് 1 സെൻറ്റും കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4 സെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 4 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ഹൗസാണ് ഇത് കൊടുക്കുന്നത്. 2018 വാങ്ങിയിട്ടുള്ള വില്ലയും കൂടിയാണ്. അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലയുടെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു ബോക്സി ഡിസൈനിലുള്ള എലവേഷനാണ് ഇതിന് വന്നുള്ളത്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു ഇന്നോവ പോലുള്ള വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇടേണ്ടി വരും. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്വിഫ്റ്റ് പോലുള്ള സെഡാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഫ്രണ്ടിലുണ്ട്. അതിനെ ഭംഗിയാക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന, അതായത് മതിലിനോട് ചേർന്ന് വരുന്ന സ്ക്വയർ ട്യൂബിൻ്റെ വർക്കും ഗ്ലാസ്സുമാണ്. കൂടാതെ ഇവിടെ ആയിട്ട് പവർ പോയിൻറ്റും വന്നിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നിട്ടുള്ളത് കിഴക്കോട്ടാണ്. ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടും കൂടിയാണ്. നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് കൊടുത്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. വിത്ത് ലെൻസോട് കൂടി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോർണർ സെറ്റി വിത്ത് ടീപ്പോയും കൂടി കൂടിയിട്ടാണ്. ഈ വീഡിയോയിൽ എന്ത് കാണുന്നോ അത് ഉൾപ്പെടെയാണ് നമ്മൾ സെല്ലിന് വന്നുള്ളത്. അപ്പം ഈ ഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട്, അതായത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പോയിൻറ്റും കൂടാതെ വാഷ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തുള്ളത്. എല്ലാം റോക്കയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഷെൽഫും കിട്ടിയിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലാബ് കൊടുത്തുള്ളത്. ഇത് കിഴക്ക് വശം, ഇത് തെക്ക് വശമാണ്. അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ വീടിന് അടുക്കള വന്നുള്ളത്. കിഴക്കോട്ട് ഫുഡും ഹോബും ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ടിലും ഒക്കെ ആയിട്ട്. അതുകൂടാതെ തന്നെ ഒരു പ്യൂരിഫയറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് 3 പാളി ജനൽ 2 സെക്ഷനായിട്ടാണ് വന്നുള്ളത്. ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസാണ്. ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 സിലിണ്ടർ വയ്ക്കാനുള്ള ഗേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ടാപ്പ് പോയിൻറ്റും പവർ പോയിൻറ്റും വരുന്നുണ്ട്. വേണമെങ്കിൽ ഔട്ട് സൈഡിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അപ്പം നടക്കാനുള്ള സ്പേസ് ചുറ്റും കൊടുത്തിട്ടുമുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബെഡ് കോട്ട് എല്ലാം ഉണ്ട്. മാത്രമല്ല മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡ് വരുന്നുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. ഇവിടെയാണ് നമുക്ക് ബാത്റൂം വന്നുള്ളത്. എല്ലാം റോക്കയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ്, ക്ലോസറ്റ്, കൺസീൽഡ് ഫ്രഷ് ടാങ്ക്, മിക്സർ, ഹീറ്റർ എല്ലാം അടക്കമാണ് കൊടുക്കുന്നത്. അപ്സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പും എല്ലാം വുഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഹാൻഡിൽ വന്നിരിക്കുന്നതും വുഡിൽ തന്നെയാണ്. നേരെ മേലേക്ക് കയറാം. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ബാൽക്കണിയിലേക്കാണ്. ഇങ്ങനൊരു എൻട്രൻസ് ബാൽക്കണിയിലുണ്ട്.
ഫ്രണ്ടിൽ ഹാൻഡിലെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. റോഡ് ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലെ വ്യൂ കൂടി കിട്ടുന്നുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ബെഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫാനും അതുപോലെ തന്നെ ഫാൾ സീലിംഗ് വർക്കും 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. ഇങ്ങനെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. പിന്നെ നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 3ാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. സെയിം ഡിസൈനുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ LED ലൈറ്റുകളും ബ്ലൈൻഡ്സും ഫാനും ഒക്കെ ഇതിനും വരുന്നുണ്ട്. ഇവിടെയും മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്ക് വരാം. അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗം. മോസ്കിറ്റോ നെറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാം. അതിന് പവർ പോയിൻറ്റും വാട്ടർ ലൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിൻറ്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. മേലെ റൂഫ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് റൂഫിംഗ് ഷീറ്റിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. കസ്റ്റമർ ചെയ്തിരിക്കുന്ന റൂഫിംഗ് ആണ്. അപ്പം നല്ലൊരു റൂഫ് ഏരിയ നമുക്ക് മേലെ കിട്ടിയിട്ടുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഇവിടെയായിട്ട് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വെൽ വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 ടാങ്കായിട്ടാണ് കൊടുത്തുള്ളത്. മേലേക്ക് പവർ സപ്ലൈക്കായിട്ട് ഇവിടെ പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു വില്ലയുടെ കാഴ്ചകളാണ് കണ്ടത്, അതും കോമൺ സ്പേസോട് കൂടിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 1800 സ്ക്വയർ ഫീറ്റ് വിത്ത് റൂഫ് വർക്കോട് കൂടിയുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതും 8ഓളം വില്ലകൾ വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ കോമൺ അമ്യൂണിറ്റീസ് വരുന്നുണ്ട്, വെൽ വാട്ടർ വരുന്നുണ്ട്, KW വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്താണ് ഈ പ്രൈസ് റേഞ്ചിൽ വില്ല വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 98 ലക്ഷം രൂപ മാത്രമാണ്. അതും ഫുള്ളി ഫർണിഷ്ഡ് ഹൗസും കൂടിയാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.